അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി CPM ജില്ലാ സെക്രട്ടറിയുടെ ഓഫീസിൽ ഒളിക്യാമറ വച്ച് അദ്ദേഹത്തെ കുടുക്കി അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവും സമൂഹത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സൽപ്പേരും എല്ലാം നഷ്ടപ്പെടുത്തിയവരാണ് CPMൻ്റെ ജില്ലാ നേതൃത്വം. ആ കാലഘട്ടത്തിലെ അതേ നേതാക്കന്മാർ ഇന്ന് CPMൻ്റെ ജില്ലാ നേതൃത്വത്തിലുണ്ട്. ആ ഒളിക്യാമറയുടെ അതേ മാനസികാവസ്ഥയിലാണ് ഇന്ന് CPMൻ്റെ വനിതാ നേതാക്കന്മാർക്ക് പോലും അവരുടെ പൊതുജീവിതവും രാഷ്ട്രീയ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ അവർക്കെതിരായി ദുരാരോപണങ്ങൾ CPM തന്നെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ഈ ആരോപണമുണ്ടായത്, ആരാണ് ആദ്യം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്, എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് CPM ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? എത്രയോ ദിവസക്കാലമായി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള CPM നേതാക്കന്മാരുൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളാരും അത് പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഞങ്ങളാരും എഴുതിയിട്ടില്ലല്ലോ. ഞാനൊരു DCC പ്രസിഡൻ്റല്ലേ. എനിക്ക് ഈ വിവരം ഈ മാധ്യമത്തിൽ വരുന്നതിന് എത്രയോ ദിവസക്കാലം മുമ്പ് എന്നോട് വിവിധ ആളുകൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തെളിവില്ലാതെ നമ്മളെങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുക? അപ്പോൾ ആ തെളിവില്ലാത്ത കാര്യം നിരന്തരം പറഞ്ഞ് അത് പിന്നീട് ഒരു പത്രത്തിൽ വാർത്തയായി വന്നു. ആ വിഷയമാണ് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായത്.